ബോധ പിന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് 24 hours in the jungle. ഈ കാട് ഫുള്ളും കാടായിട്ടാ. ഇവിടെ വരെ എത്തിയത് എങ്ങനെ എൻ്റെ ചോദിക്കരുത്. എനിക്ക് അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എത്തിയിട്ടൊരു സമയം പോലും ആയില്ല. കുടലേക്ക് വീഴുന്നില്ല താഴെ. കാല വീഴാതെ ഭാഗ്യം. അപ്പം ഒരു അമച്വർ 24 hours സർവൈവൽ ഇൻ ജംഗിൾ. ഒരനക്കമില്ല ഇവിടെ. ഇതിനകത്ത് ഈ ചപ്പും ചവറിനകത്ത് നേരെ കിടക്കും. അപ്പം എന്നാലും നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഷെൽട്ടർ, പിന്നെ ഫുഡ് എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒരു കപ്പ് നൂഡിൽസ് മാത്രമേ ഉള്ളൂ. അത് തിളപ്പിക്കാൻ വെള്ളം എവിടെ നിന്നും സംഘടിപ്പിക്കണം. അതിന് ഞാൻ തീ ഇടുന്നതിന് മുമ്പ് ഷെൽട്ടർ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഇവിടെ നൈറ്റ് എങ്ങനെയോ സർവൈവ് ചെയ്യണം ഈ പട്ടിക്കാട്ടിൽ. ഒട്ടും ഇല്ലടി, ഇവിടെ ആരും ഇല്ലടി. ഞാൻ എന്ത് ചെയ്യാനാ? അല്ല പാമ്പ് മാത്രമേ കാണത്തുള്ളായിരിക്കും. ഒരു നിഗൂഢ ഫീൽ ഇവിടെ. എന്തെങ്കിലും ആടാ. അപ്പോൾ നമുക്ക് 24 hours in survival starts ഒക്കെ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക ഷെൽട്ടറിന് വേണ്ടി. അതായിരിക്കും ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ ദൈവം ഇതെന്താ കാടാണല്ലോ ഇത്. ഇവിടെ കൂടി നടന്നു പോകുന്ന സീനാണ്. വെക്കുന്ന കാലൊക്കെ എവിടെയാണ് മാർക്കറിയും. എൻ്റെ തലയിലെന്താണ് വരുന്നത്? ഞാൻ പാമ്പും പഴുതാരെയൊക്കെ പേടിച്ചു. ഇത് ഏതോ വണ്ടാണോ തേനീച്ചയാണ്. എന്താ കടിക്കാൻ നോക്കിയത് ഇപ്പോൾ? മറ്റേ ഇത് റിയലായി തുടങ്ങുവാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ആദ്യം. രക്ഷപ്പെട്ട്. ഞാനിപ്പോഴും വരെ തേനീച്ച കൂടിൻ്റെ അടുത്ത്. അതാണ് ഇവിടുന്ന് മാറാൻ പെട്ടെന്ന്. കുറച്ചുകൂടി നല്ല സ്ഥലം നോക്കാം. ഈ കാട്ടിനകത്ത് വരുന്നില്ല. കുറച്ചുകൂടി കാടല്ലാത്തൊരു കാട് ഇവിടെ നിന്നും കിട്ടിയാലോ. കാട് ഫുള്ളും കാണാം. ഇതെല്ലാം കൂടി നിരപ്പാക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സ്ഥലം കിട്ടുമായിരിക്കും. ഇവമ്മ ഒന്നും കാണുന്നില്ല ദൂരത്തോട്ടൊന്നും. അപ്പോൾ എൻ്റെ ഉള്ള ഐറ്റം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ആൻ ആക്സ്, പിന്നെ ഒരു വെട്ടുകത്തി, പിന്നെ ഒരു പിച്ചാത്തി. ഇത്ര ആയുധം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. അതാ ദൈവമേ, ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലെ ഇപ്പോൾ ഓൾറെഡി കിതയ്ക്കുന്നു. ഇതെന്താ കുഴിയാ? ഏത് സമയത്താണോ എനിക്ക് 24 മണിക്കൂർ കാട്ടിലെന്ന് തോന്നിയത്? കാറ് പോരായിരുന്നു, AC എങ്കിലും ഉണ്ടായിരുന്നേനെ. ഇതിപ്പോൾ സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് തന്നെ ഏതോ കാട്ട് വഴിയൊക്കെ ഇത് ഏത് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പാമ്പ് വല്ലതും ഉണ്ടോ? ഒരു സ്ഥലം കിട്ടടേ. എന്താ സ്ഥലം കിട്ടുന്നില്ലല്ലോ. ഇവിടെ സ്ഥലമൊന്നുമില്ല കേട്ടോ. ഇവിടെ വഴിയൊന്നുമില്ല. പുലി അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് കൊടുക്കത്തെ കാട്. തിരിച്ച് പൊക്കത്ത് കയറാം. പൊക്കത്ത് എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. അങ്ങോട്ട് പറ്റിയ വഴിയല്ല. അവിടെ ഷെൽട്ടർ പോയിട്ട് അങ്ങോട്ട് കയറി പോകാൻ പോലും പറ്റുന്നില്ല. ഒടുക്കത്തെ കാട്. നമുക്ക് പൊക്കത്തായിട്ട് എവിടെയെങ്കിലും നല്ല സ്പോട്ട് കിട്ടുവാന്ന് നോക്കാം. ഞാൻ എൻ്റെ കാലിലായിട്ട് നോക്കിയപ്പോൾ ഇതൊക്കെ അട്ടയാണ്. പുല്ല് ഇതൊക്കെ എൻ്റെ കയറി വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കാടാണിത്. ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടില്ല. 3 അട്ട എൻ്റെ ഷൂ. മാറോട്ട് ഷൂ എന്താ പിടിച്ചു വെച്ചിരിക്കുന്നോ ഇവിടെ? ഇത് കൂടുതൽ റിയലായിക്കൊണ്ടിരിക്കുക. എനിക്ക് വയ്യ. അട്ടയൊക്കെ 3 അട്ടയൊക്കെ എൻ്റെ കാലം. എന്നെ അട്ട കടിച്ചിട്ട് പോലും. ഇത് വേറൊരു അട്ടയാണെന്ന് തോന്നുന്നത്. അവൻ എൻ്റെ കാലിൽ കീറാൻ നോക്കുന്നു. ഇത് ഫുൾ അട്ടയുടെ കുമ്പാണ്. ഇവന്മാർക്കൊന്ന് ഫുഡ് കിട്ടാൻ നടക്കുവാണെന്ന് തെണ്ടികൾ. ഈ വശത്ത് നിൽക്കേണ്ട, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് മാറാം. ഞാൻ പറഞ്ഞ ആ ഏരിയ കൊള്ളത്തില്ല. ഈ അട്ടയുള്ള ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല. വേറെ പണിയില്ല. അട്ട കുടിച്ചു തീർക്കും രാവിലെ ആകും. ദൈവമേ, ഈ കാട് ഇവിടോട്ട് കുറച്ച് തെളിയുന്നുണ്ട്. ഈ ഏരിയ കുറച്ചുകൂടി മെച്ചമുണ്ട്. മോനെ വെളിച്ചമുണ്ട്. പിന്നെ ഇവിടെ അട്ട ഉണ്ടോയെന്നോ എനിക്കറിയത്തില്ല. ക്ലീൻ ചെയ്യേണ്ടി വരും. ഈ ഏരിയ കൊള്ളാടെ. ഇന്ന് രാത്രി ഇവിടെ ക്യാമ്പ് അടിക്കണം. ഈ ചുള്ളിക്കമ്പൊക്കെ മാറ്റി ചിലപ്പോൾ കിടക്കായിരിക്കും ഇവിടെ. പോയി എന്ത് തോന്നുന്നു? ഈ സ്പോട്ട് കൊള്ളാമല്ലേ? അങ്ങോട്ടൊരു തണലൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഇത്രയും ക്ലിയറിങ് ഇല്ല. അതാണ് കുഴപ്പം. എനിക്കിവിടെ ഷെൽട്ടർ ഉണ്ടാക്കുന്ന ചെറിയ പരിപാടിയൊന്നും ആകത്തില്ല മോനെ. ക്യാമ്പ് ഫയർ സെറ്റ് ആയിക്കോളും കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് കത്തും. ഇത് ക്ലീൻ ചെയ്യട്ടെ. കൈ കൊണ്ട് കളയാം. വെറുതെ ഇനി വല്ലതും അത് കടിക്കുമെന്നുള്ള പേടി. കമ്പെടുത്തുകൊണ്ട് വരാം. ഷെൽട്ടർ ഉണ്ടാക്കണം. ആ ഭാഗത്തോടെ എനിക്ക് കുറച്ച് മരം കാണുന്നുണ്ട്. നമുക്ക് നീണ്ട മരങ്ങളാണ് വേണ്ടത് ഷെൽട്ടർ ഉണ്ടാക്കാൻ. അല്ല വളഞ്ഞ കമ്പും കോലൊന്നും പറ്റത്തില്ല. അതിട്ട് കുറച്ച് വണ്ണവും കൂടി വേണം. എന്താണ് ചെയ്ത് കുറേ നേരം ആയാലും ഇത് കാടുകളെ ഫുള്ള് തന്നെ പുറകെ നടക്കുക. അപ്പോൾ ഇങ്ങനത്തെ ആണ്. ഇങ്ങനത്തെ ഒരു തടിയുള്ള ഇങ്ങനത്തെ വണ്ണമൊക്കെയുള്ള ഒരെണ്ണം വെട്ടിയെടുക്കാം. കുറച്ച് ഉള്ളിലോട്ട് കുറച്ച് ഏറെ കമ്പ് കാണുന്നുണ്ട്. വളമൊന്നും പാടില്ല. 1.5 മണിക്കൂറായിട്ട് എനിക്ക് ഷെൽട്ടർ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് ഷെൽട്ടർ ഉണ്ടാക്കുന്നത്. എപ്പോൾ ഉണ്ടാക്കി തരുമെന്ന് അറിയത്തില്ല. ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് കിടക്കാൻ പറ്റുന്നത് രാത്രി. അങ്ങോട്ട് പോകാം. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ആയുധം വെച്ചുള്ള കളിയ. ഈ വടി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ കുറേ ഇതിനകത്ത് ചെറിയ കുറേ ബ്രാഞ്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് നേരെ ഒടിയുക. ഒരു വെട്ട് മുറിവായിരിക്കും. ഇത് ഹാർഡാണെങ്കിൽ കുറേ വെട്ടേണ്ടി വരും. ദൈവമേ. അപ്പോൾ ഒരു സെക്കൻഡ് പോയി ഇത് മാറ്റിയിട്ട് ഞാൻ വെട്ടുകത്തിയായിട്ട് വരാം. വെട്ടുകത്തി ഇട്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാം.
ഇത് പെട്ടെന്നാവും. പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് വീട്ടിൽ പോവാം. ആദ്യത്തെ വടി കിട്ടി. ഇത് ഇങ്ങനത്തെ നമുക്കൊരു അറ്റ്ലീസ്റ്റ് കുറേ ഏറെ വേണം. ഇതിപ്പോൾ 2 ആയിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് എന്ത് ധൈര്യത്തിലാണ് ഞാൻ നടക്കുന്നത് ഇവിടെ കൂടി. ഇപ്പോൾ രണ്ടാമത്തെ തടി. വീഴുന്നുണ്ട്. വീണ്. ഫൈനലി. എൻ്റെ സ്കിൻ ഇറങ്ങി വരുന്നില്ല. ഇത് വെച്ച് കെട്ടാൻ വേണം. ഇപ്പം ചെയ്യണം, പിന്നെ ചെയ്യാം. നോക്കി നടക്കേണ്ടി വരും. ഇപ്പം എൻ്റെ കാലേ കയറിയത് അത് ചെടിയിൽ പേടിക്കണമല്ലോ ദൈവം. വേണ്ട, മുള്ളിരിക്കുന്നുണ്ട്. ഈ ഷെൽട്ടറൊന്നും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. സത്യം എത്ര മരമായി ദൈവം. കാട്ടിലെടുക്കുക ചൂടാടാ. ഏകദേശം 7-8 കമ്പ് മുറിച്ചിട്ടുണ്ട്. ഇത് 3 എണ്ണമായിട്ടോ 2 എണ്ണമായിട്ടൊക്കെ മിക്കതും എടുക്കാം. ഒരു 6 അടി നീളത്തിലുള്ള വീടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഞാൻ പിടിച്ച് നോക്കിയിട്ട് എൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് നമുക്കിത് വെച്ച് വെട്ടാം. സമയം പൊക്കോട്ട് നമുക്കിത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷെൽട്ടർ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഇതിന് കുറച്ച് ഏറെ നീളം ഉണ്ടല്ലോ. ഇതിങ്ങനെ നോക്കട്ടെന്നാ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ മുറിക്കും. ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഹസ്ക്ഡാണ്. ഇത് നമ്മൾ അൺഹസ്ക് ചെയ്യും. ബേസിക്കലി നമ്മൾ സ്കിന്നൊക്കെ ഊരിക്കളയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊരയ്ക്ക് വേണ്ടിയുള്ള സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കൂടുതൽ വടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് വെറുതെ വെട്ടിക്കളണമെന്നില്ല. കമോൺ. എനിക്ക് കുറച്ച് തൊലി വേണം ദൈവം. ഇതെല്ലാം ചെറുതായിട്ടാണല്ലോ മുറിയുന്നത്. കെട്ടാൻ സംഭവം വേണേ. കുറച്ചൊരു വണ്ണമുള്ള ഇതിൽ നിന്ന് മുറിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി വരും. ഇതിൽ നിന്ന് മുറിക്കും. തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വേണ്ട, ഇത് ആവശ്യത്തിന് നീളമുണ്ട്. ഷെൽട്ടറിൽ കൊണ്ടുപോട്ടെ. വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കമ്പൗണ്ട് തികയുമെന്ന്. ആൾക്കാരൊക്കെ ടേബിളിട്ട് സ്റ്റൗ ഇട്ടൊക്കെയാണ് സർവൈവ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ടേബിളിട്ട് സ്റ്റൗ പോലും ഇല്ല. എന്നാലും എന്ന് വെച്ചാൽ ഇവിടെ ഇനി ഫുഡൊക്കെ തപ്പാൻ കുറച്ച് ദിവസം നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു കപ്പ് നൂഡിൽസ് കേട്ടോ. അല്ലാതെ സ്റ്റൗ ഒന്നും എൻ്റെ കയ്യിലൊന്നും ഇല്ല. അത് കത്തിച്ചിട്ട് കപ്പ് നൂഡിൽസ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. ഞാൻ പട്ടിണിയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നും എൻ്റെ പട്ടിണിക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് തീർക്കട്ടെ. കാട്ടിൽ വേറെ പണിയില്ല എനിക്ക്. ഇതിന് നല്ല സമയം എടുക്കും കേട്ടാ. ഇത് മരം വെട്ടാൻ സമയം, മരം വെട്ടിക്കേണ്ടി കഷ്ണമാക്കാൻ സമയം, പിന്നെ തൊലി കളയാൻ സമയം, അവിടെ കൊണ്ട് ഇനി ഉണ്ടാക്കാൻ സമയം. ഉച്ചയായി. ഈ ഉച്ച വെയിലത്തിന് ഞാൻ തണലിന് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കണം. ഈ കാട്ടി ഞാൻ ഒരു ദിവസം എനിക്ക് നിൽക്കാൻ മൈൻഡാണ്. എന്നാലും ചെറിയ എന്തോണക്കൊക്കെ ഉണ്ട്. ഈ ബൂട്ടൊന്ന് തുറന്ന് നോക്കണം. എൻ്റെ ബൂട്ടിനകത്തോട്ട് വല്ല ഈ അട്ട വല്ലതും കയറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അവന്മാർ കുടിച്ചുകൊണ്ടിരുന്ന അറിയത്ത പോലും ഇല്ല. അപ്പോൾ ആ റിസ്ക് എടുക്കണം. അത് ഇപ്പോഴേ തുറന്ന് നോക്കാം. ചുറ്റൊന്നും കാണുന്നൊന്നും ഇല്ല. ഞാൻ ഒരു കാലിൽ ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട് ഈ കാലിന്. പക്ഷെ അതെനിക്ക് തോന്നി ഇതിൻ്റെ പക്കത്തിൽ നടന്നതിൻ്റെ ആണെന്ന്. ഒരട്ടാ ഇതിനകത്തുണ്ടോ? സേഫ്. ഇവിടെ എനിക്ക് വലുതായിട്ട് അങ്ങനെ അട്ട കണ്ടില്ല. പക്ഷേ കാട്ടിനകത്തോട്ട് നല്ല കുറേ ഉണ്ട്. ലെഫ്റ്റ് റൈറ്റും എല്ലാം. അതുകൊണ്ട് വലിയ റിസ്ക്കില്ലെന്ന് തോന്നുന്നു. ബോയ്സ്, അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് പൊള്ളുന്നില്ല, ചൂടായി. ഇത് വെട്ടുകാലി ഇവിടെ തന്നെ ഇട്ടപ്പോൾ. വെട്ടുകാലി എന്തുവാണ്? വെട്ടുകത്തിയ കോടാലി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെയായിട്ട് 2 തൂണ് കെട്ടിയിട്ട് ഒരു സ്ലാൻഡ് വെക്കാം ഇവിടെ നേരെ. അതല്ല കൂടുതൽ മരം മുറിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. മരം മുറി തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിരിക്കും. ഇവിടുത്തെ മണ്ണ് നല്ല കട്ടിയാണല്ലോ. ഈ വീഡിയോ ഇത്ര റിയൽ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു സാധനം എടുക്കാൻ വന്നത്. അല്ലെങ്കിൽ ഒരു മമ്മട്ടിയെ കൊണ്ടുവരായിരുന്നു. ഇത് കൂർപ്പിക്കണം എനിക്ക്. ഈ കുഴി ഇരിക്കുന്ന ടാസ്ക് കേട്ടോ. ഇതകത്തോട്ട് പോകുന്നില്ല. ബോയ്സ്, അപ്പോൾ കുറച്ച് ചേഞ്ച് ഓഫ് പ്ലാൻസ് ഉണ്ട് കേട്ടോ. ഈ കുഴി എന്നെ കൂടെ കുഴിക്കാൻ പറ്റത്തില്ല. ഇത് പാറക്കല്ല. കുഴിച്ചിട്ട് താഴത്തോട്ട് പോകുന്നതില്ല. ഉള്ള ചെറിയ കമ്പെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ പ്ലാൻ തന്നെ ആ മരത്തിൻ്റെ ഇടക്കോട്ട് നമുക്കൊരു നീണ്ട വടി വെച്ചിട്ട് ബാക്കി സ്ലാൻഡ് അടിക്കാം. എന്നാൽ നമുക്ക് ഒരു കുഴി കുഴിക്കേണ്ടി വരും. ഈ വലിയൊരു മരം കണ്ടു അതിനകത്ത് ബാക്കിയുള്ള എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ മുറിച്ചെടുക്കുക.
വെട്ടി വെട്ടി എനിക്ക് തീരുമാനമായി. കയ്യിൽ തഴമ്പ് വീഴുമല്ലോ ഇങ്ങനെയാണ്. ഇതിന് നല്ല വലിപ്പമുണ്ട് നോക്കിയാൽ. കുറച്ച് ഇളക്കമാണ്, അതിന് കുഴപ്പമില്ല. ഇവിടെ ഒരു കുഴി ഒഴിക്കേണ്ടി വരും, പിന്നെ നമുക്ക് എല്ലാം കൂടെ സ്റ്റാൻഡ് ചെയ്യാം. ഈ മരത്തിന് ഞാൻ ചെറുതാക്കിയിട്ടില്ല, ഇനി അടിച്ചടിച്ച് കയറ്റാം. ഇതിൻ്റെ പുറത്തോട്ട് തന്നെ വെച്ചിരുന്നത് എന്ത് സിമ്പിളായിരുന്നു. ഇത്രയൊക്കെ ആയിട്ട് ഇതെല്ലാം വെണ്ട് കീറുവാണല്ലോ. ഏകദേശം കുറച്ച് കുഴിയായി. ഇത് സൈഡിൽ നിന്ന് കയറ്റിയേക്കാം, സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് കെട്ടി വെച്ചേക്കാം. വെയിലെന്തായാലും നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഏകദേശം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മണിക്കൂറായി? എൻ്റെ ഫോണൊക്കെ ഓഫായിപ്പോയി വെയിലത്ത്. എനിക്ക് തോന്നുന്നൊരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1 മണിയൊക്കെ ആയി കാണും. സ്റ്റാർട്ട് ചെയ്ത് 9 മണിക്കാണ്. അപ്പോൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ ലെവലിൽ കൊണ്ടുവന്നിട്ട് കെട്ടിയിടാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കാം. അതാകുമ്പോൾ എനിക്കത് കെട്ടി അതിനകത്തോട്ട് വെക്കാം. എങ്ങനെയും കെട്ടിയാൽ ഇത് ഇരുന്നാൽ മതി, അതാണ് ഏറ്റവും അറിയാം. ഓരോന്നോരോന്നായിട്ട് ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇതിരിക്കുമായിരിക്കും അല്ലേ? ഇരിക്കുമായിരിക്കും അല്ലേ? രാത്രി അറിയാമല്ലോ എന്തായാലും. യഥാർത്ഥം ഞാൻ ഇത്രയും ചെറുതാക്കി മുറിക്കാൻ കാരണം ഞാൻ വേറൊരു ഹട്ടായിട്ടൊരു ബോക്സ് ഇടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കുഴിച്ചു വന്നപ്പോൾ മനസ്സിലായി കുഴിയത്തില്ലെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പ്ലാൻ മാറ്റി വെച്ച്. ഒരു പീസും കൂടി നമുക്കിവിടെ കെട്ടാം എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വീഴും. ഇതിപ്പോൾ നടുക്കത്തെ കെട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഇല ഇടണം, അല്ലെങ്കിൽ പിന്നെ അത് ഇപ്പോഴും വെയിലടിക്കുന്നുണ്ട്. വെറുതെ കുറേ കമ്പ് വെച്ച് കണക്ക് മാത്രമേ ഉള്ളൂ. നേരത്തെ കെട്ടി നല്ല ഡ്രൈ ആയതുകൊണ്ട് അതിരിക്കുന്ന പോലുമില്ല. ആ കപ്പ് നൂഡിൽസ് എപ്പോൾ കഴിക്കാൻ പറ്റും, എപ്പോൾ കഴിക്കാനെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇതുവരെ ഷെൽട്ടറായിട്ടില്ല. ഇനി നമുക്കിത് കവർ ചെയ്യേണ്ട സമയത്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു സ്കെലിറ്റൽ ഫ്രെയിം ആയിട്ടുണ്ട്. ഇനി കവർ ചെയ്യാൻ വേണ്ടി എനിക്ക് ഏറ്റവും അടുത്ത് കിട്ടിയ ഈ ഇല തന്നെ വെച്ച് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുക ഞാൻ. ബിസിനസിന് സ്വപ്നം കാണുന്നുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ ഓൾറെഡി ഓൺലൈൻ പോകാൻ ഡിസൈഡ് ചെയ്താൽ? അപ്പോൾ കേട്ടോ, നിങ്ങൾക്കൊരു ഫ്രീ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഏറ്റവും ആദ്യം നിങ്ങൾ ഓഡുയുടെ സൈറ്റിലോട്ട് പോകണം. ഓഡു ഒരു കിഡിലൻ ഓൾ ഇൻ വൺ ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 40+ ആപ്സ് ഉണ്ട്. CRM, അക്കൗണ്ടിംഗ്, പ്രൊജക്ട്, ഇ-കൊമേഴ്സിന്റെ ഹെൽപ്പ് വെച്ചാണ് നിങ്ങൾക്ക് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ പോകുന്നത്. odu.com പോകണം. അവിടെ ഓൾ ആപ്സിനകത്ത് നിന്ന് ഇ-കൊമേഴ്സ് സെലക്ട് ചെയ്യണം. പിന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 4 ക്വിക്ക് സ്റ്റെപ്പിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടാക്കാം. ആയിട്ട് നിങ്ങളുടെ ഒരു കോഡ് ഉപയോഗിക്കാത്ത വെബ്സൈറ്റ് റെഡി ആവും വിത്ത് ഫീച്ചേഴ്സ് ലൈക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ചാറ്റ് GPT, അൺസ്പ്ലാഷ് ആൻഡ് മോർ. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് എത്ര വേണോ അത്ര പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസിംഗും ഇമേജ് അപ്ഡേറ്റും എല്ലാം ചെയ്യാൻ പറ്റും. പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പേയ്മെന്റ് ഗേറ്റ്വേസിന് വേണ്ടി റേസർ പേയും സ്ട്രൈപ്പും എല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഷിപ്പിംഗിന് വേണ്ടി ഷിപ്പ് റോക്കറ്റും. പിന്നെ തീർന്നു. സ്റ്റാർട്ട് സെല്ലിംഗ് ടു യുവർ കസ്റ്റമേഴ്സ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. നിങ്ങൾ പോയി നിങ്ങളുടെ ഇ-കൊമേഴ്സ്. ഫൈനലി വി ഹാവ് സംതിങ് ആസ് എ ഷെൽട്ടർ. മുമ്പിലോട്ട് ഫുള്ളും കാട്. രാവിലെ എപ്പോൾ വന്നത് എൻ്റെ ഫോണൊക്കെ ഓഫായി പോയി. ബേസിക് ഐഡിയ എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. 2 ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് ഞാൻ ഇപ്പോൾ അടയ്ക്കും, പക്ഷേ ബാക്കി 2 ഓപ്പണിംഗ് ഉണ്ട്. അതൊരു കുഴപ്പം. ഇതിപ്പോൾ കണ്ട ആരും വന്ന് എൻ്റെ കൂടെ കയറി കിടക്കുന്നൊന്നുമില്ല. 3 മണിയെ കണ്ടേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇനി നാളെ രാവിലെ 9 മണി വരെ ഞാൻ ഈ കാട്ടിനകത്ത് കിടക്കണം. ഈ ഓപ്പണിംഗ് ഒന്ന് അടച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ കുറച്ച് സേഫായിട്ട് ഫീൽ ചെയ്തേനെ. ഇനിയും പണി ബാക്കിയുണ്ടല്ലോ. എനിക്കാണെങ്കിൽ തലവേദന എടുക്കുന്നു. ഇതാണ് ചില സ്ഥലത്ത് നിന്ന് ലീക്കായിട്ട് വെളിച്ചം മൂന്ന് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല ഷെയ്ഡുണ്ട്. ഞാൻ എന്ത് ഉറപ്പിനാണ് ഇങ്ങനെ കാട്ടിക്കയറി കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉറപ്പുമില്ല. അവിടെ നിന്ന് ഇവിടുന്ന് എന്ത് ഇറങ്ങി വരുന്ന പോലും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല. എൻ്റെ ഫോൺ നേരെ ഓണായിട്ടില്ല. പിന്നെ എനിക്ക് നെറ്റ്വർക്ക് ഒന്നും വലുതായിട്ടില്ലാത്തതുകൊണ്ട് ചത്ത് കിടക്കുമല്ല. രാത്രി പെട്ടെന്ന് ക്യാമ്പ് ഫയർ തെറ്റിയിട്ട് ഉണർന്നു തന്നെ ഇരിക്കാം രാത്രി ഫുൾ. വോയിസ് ഫൈനലി ഞാൻ എൻ്റെ ഷെൽട്ടർ കംപ്ലീറ്റ് ചെയ്തു. ഈ ഭാഗത്തോടെ ഞാൻ കവർ ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ഒടുക്കത്തൊരു നിഗൂഢത വൈബ്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് സമയം എടുത്താലും കവർ ചെയ്ത് കുറച്ച് ഗ്യാപ്പുണ്ട് പൊക്കത്തായിട്ട്, അത് മാനേജ് ചെയ്യാൻ പോകും. ഞാൻ ഡെയിലി ഇവിടെ കുടിൽ വറുത്ത് ജീവിക്കാൻ പോകുന്നില്ല ഒരു ദിവസത്തേക്കല്ലേ. മരം വെട്ടുന്ന ഇടയ്ക്കില്ലേ എവിടെയായിട്ട് എന്തോ ഒരു വെള്ളത്തിനൊരു പോഷൻ കൂടി കണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയിട്ടൊന്ന് ഫ്രഷാണ്. ഞാൻ രാവിലെ തൊട്ട് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുക. കറുത്തെന്ന് തോന്നുന്നു.
എനിക്കൊരു ഐഡിയയില്ല ഈ വെള്ളം കൊള്ളാമെന്ന്. കണ്ടിട്ട് മലയുടെ പൊക്കത്താണെന്ന് പ്രതീക്ഷിക്കുന്നു. ഗട്ടർ വെള്ളം ആ വഴിയില്ല. ചൊറിയരുത് പ്ലീസ്, ചൊറിയരുത്. നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിരിക്കുകയാണ്, എൻ്റെ ഷെൽട്ടർ സൈറ്റിൽ. ഇനി നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം. നേരെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് ഫയർ ആയിരുന്നു. അതാ രാത്രി ആകുന്നതിന് മുമ്പ് ഈ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യില്ലെങ്കിൽ ഇരുട്ടത്തിരുന്ന് ഞാൻ ക്യാമ്പ് ഫയർ ഉണ്ടാക്കേണ്ടി വരും. കുറച്ച് മെനക്കെട്ട പണിയാ, ചെയ്തേ പറ്റൂ. ഇത് നല്ല തളർച്ചയുണ്ട്, പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടെ. ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്കിവിടെ കല്ലൊക്കെ വെക്കേണ്ടി വരും, അപ്പോൾ ഫയർ സ്പ്രെഡായിരിക്കാനാണ്. ഈ ചെറിയൊരു ക്യാമ്പ് ഫയർ മതിയല്ല? മതി, ഇത്രയൊക്കെ മതിയല്ലേ. രാത്രി വല്ലതും വന്നാൽ ഞാൻ വെട്ടുകത്തി എടുത്ത് വെട്ടിക്കോളാം. ബോയ്സ്, അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ കത്തിക്കാം. ഞാൻ കുറച്ച് ഇരുട്ടിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് വിശക്കുന്നു ആയിട്ട് കെറ്റിൽ പുറകായിട്ട് കാണാമല്ലോ, അതിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് എൻ്റെ കപ്പ് നൂഡിൽസ് എനിക്ക് കഴിക്കണം. ജീവിതത്തിൽ ഇത്രയും ഞാനൊരു കപ്പ് നൂഡിൽസിനെ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോൾ ആഗ്രഹിക്കുന്നത്ര ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഞാൻ രണ്ട് പാക്കറ്റേ മേടിച്ചോ എന്നുള്ളത്. ഒരു 5-8 മേടിച്ചിരുന്നെങ്കിൽ സംതൃപ്തിയായി രാത്രി ഫുള്ള് ഇരുന്ന് കഴിക്കായിരുന്നു. നമുക്കപ്പോൾ ഇത് കെട്ടണം. ഇത് കെട്ടാൻ വേണ്ടി കുറച്ച് പച്ചയായിരിക്കുന്ന എന്തെങ്കിലും കൊണ്ട് ചെയ്താലേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ കത്തിപ്പോയത്. ഭാഗ്യവശാൽ ഇത് കത്തത്തിലായിരിക്കും. ഇത് ഫ്ലെയിമബിൾ ആണ്, പെട്ടെന്ന് ഫ്ലെയിം പിടിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ട്രൈ ചെയ്യാം. എൻ്റെ കയ്യിൽ ലൈറ്ററുണ്ട്, ലൈറ്റർ വെച്ചില്ല, കർപ്പൂരവും എൻ്റെ കയ്യിലുണ്ട്, ലൈറ്ററും ഉണ്ട്. ഒട്ടും കത്തിയില്ലത്. ഇത് കത്തിക്കോളും. ഇത് കത്തുമ്പോൾ തന്നെ എടുത്തിടാനുള്ള സാധനം കൈ പിടിക്കട്ടെ. ഇതൊക്കെ കത്തും. കുറേ നാളായി തീ കത്തിച്ചിട്ട്. എന്തായാലും നോക്കട്ടെ എന്താ നടക്കുമെന്ന്. എനിക്ക് കുറേ വേസ്റ്റ് ചെയ്യാനില്ല കേട്ടാ. പോരുന്ന വഴി കർപ്പൂരം മേടിക്കാൻ പറ്റില്ല, അപ്പോൾ 1-2 കൈ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് എടുത്തണമെന്ന്. കത്തണം കേട്ടോ. ഇത് കത്തത്തില്ലല്ലേ? ഈ ചെറിയ ചുള്ളിക്കമ്പൊക്കെ ചിലപ്പോൾ കത്തുമായിരിക്കും. കത്ത്. ഇത് കർപ്പൂരത്തിന് കുഴപ്പമാണ്. തണുപ്പ് കാരണം പേപ്പറൊന്നും മങ്ങിയിരിക്കുക. എനിക്കിനിയും പോയി തപ്പാനൊന്നും ഇതൊന്നും കത്തത്ത് പോലില്ല. എന്തിനാ ഇടുന്നത് ഞാൻ? ഈ തടി വെട്ടിയിട്ട് നോക്കാം. ചെത്തി ഈ ഇലയൊക്കെ പെട്ടെന്ന് കത്തുന്ന എന്തോ കത്തി പിടിക്കുന്നവർ ഒരു കത്തി പിടിക്കും. അതുകൊണ്ട് എന്തൊരു കത്തിപ്പിടിയത് നോക്കി. ഇനി കത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് ഇതെല്ലാം ഒരേ നേരം അവിടെ നിന്നൊക്കെ വെക്കാം. ഫൈനലി തീ കത്തി കണ്ട ഫസ്റ്റ് ട്രയൽ. ആർക്കും സംശയമില്ല. ഫുട്ടേജ് വരെ നിങ്ങൾ കണ്ടാണ്. ഇത് വെച്ചതും കത്തി. ഈ ക്യാമ്പിംഗ് സെറ്റൊക്കെ കത്തിപ്പോകുമെന്ന് തോന്നുന്നില്ല. ആളി കത്താൻ തുടങ്ങി. ഇപ്പോൾ കത്തുന്നില്ല ഇത്ര നേരം. ബോയ്സ്, നമുക്ക് 2 കപ്പ് നൂഡിൽസും ഇപ്പം തന്നെ ഉണ്ടാക്കാം. പിന്നത്തേക്ക് ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഞാൻ വെള്ളം ഒഴിച്ചേക്കാം. കൂടുതൽ വെള്ളം കഴിയണം. 2 ബോട്ടിലേ ഉള്ളൂ. ഇതിനകത്തുകൂടി ഇങ്ങനെ കയറ്റി പൊക്കത്ത് തൂക്കിയാൽ മതി എന്ന് തോന്നുന്നു. കത്തുമായിരിക്കും. ബോയ്സ്, എനിക്കിതിന് അടപ്പ് തുറക്കാൻ ഒന്നുമില്ല. വടി വെച്ച് തുറക്കാം. തിളയ്ക്കാൻ പോകുന്നു. ഈ 2 ആഹാരമാണ് ഇന്ന് രാത്രി എന്നെ കഴിച്ചു കൂട്ടേണ്ടത്. ഇതൊന്ന് ഊരണം ഇനി. ഇറങ്ങി. എനിക്ക് ഇടക്കിടക്ക് ഡൗട്ട് എന്തെങ്കിലും പുറകിൽ നിന്ന് വരുവാന്ന്. ഇതിൻ്റെ ആ വര ഒഴിക്കുക ഞാൻ. ഇന്നത്തെ ഫസ്റ്റ് ആഹാരം ഇത്. ഈ വർക്കൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് നടുവേദന എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കമാൻ. സത്യം പറയണ വെന്തിട്ടില്ല, പക്ഷെ കൊടുക്കുക ടേസ്റ്റ്. നീ നിർത്താതെ കഴിക്കാൻ മാത്രമേ തോന്നുള്ളൂ. ഇപ്പോൾ ഇരുട്ട് വീഴും കുറച്ച് കഴിയുമ്പോൾ. എല്ലാം പെട്ടെന്നായിരുന്നു. രാത്രിയായി. ഫോണിനൊക്കെ ചാർജും കുറവാണ്. കൂടുതൽ നേരം ലൈറ്റ് അടിച്ചും വെക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് മെയിൻ ഇഷ്യൂ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ചുള്ളിക്കമ്പ് തീരുന്നു ചുറ്റുവട്ടത്ത്. അപ്പോൾ ഇത് രാവിലെ വരെ കത്തിക്കൊണ്ട് വെക്കാനുള്ള എനിക്ക് വിറകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. 2 കപ്പ് നൂഡിൽസ് ഞാൻ കഴിച്ചു. ഇനി കുറേ സമയമുണ്ട്. 7 മണി ആയതേ ഉള്ളൂ. പട്ടി ഇരുട്ട്. എന്നെക്കൊണ്ട് പറ്റുക. ഇടയ്ക്ക് രാത്രി പോകാനുള്ളൊരു മൈൻഡ് വരുന്നതാണ് എനിക്ക്. അത് നിങ്ങളൊക്കെ പറയാം, അത് വേറെ കാര്യം. രാത്രി 3 മണിയൊക്കെ ആകുമ്പോൾ തണുപ്പ് നല്ലതായിട്ട് വീഴുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടില്ല. അവിടുത്തെ മറ്റേ മിന്നാമിനിങ് പോരുന്ന കാണുന്നുണ്ടോ? കൊടുക്കുന്ന ഇമണ്ടൻ സൈസ് മിന്നാമിനിങ് കേട്ടാ. ആലപ്പുഴയിൽ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ചെറുതാണ് ഇത്ര ഉള്ള. ഇത് കണ്ട ആന സൈസുണ്ട്. ഓ, മുമ്പിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട് നടക്കുന്ന അവിടെ. ഷെറ്റ് മാൻ, ഇറ്റ്സ് ടു വിയേർഡ്. ഞാൻ വെട്ടുകത്തി പിടിച്ചോട്ട് നിൽക്കുക. ഇത് ഒടുക്കത്തെ റിസ്ക് ആയിട്ട്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ പോലും റിസ്ക് ഒടുക്കത്തെ ഹൈ. ഇങ്ങനത്തെ വീടൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ രാവിലെ ആക്കാൻ പെടുന്ന ഒടുക്കത്തെ വലിയ പാട്. ബോയ്സ്, ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇല്ലേ, ഞാൻ നേരത്തെ 7:30 കണ്ടായെന്നല്ലേ പറഞ്ഞത്. ഇതൊരു 8 മണിയിലും ആയിട്ടില്ല. സമയം പോകുന്ന മഹാ സ്ലോ. അതിപ്പോൾ ഈ ഇരുട്ടത്ത്
കാട്ടിയിരിക്കുന്നതാണ് അറിയില്ല. ഞാൻ ഓർത്ത് പെട്ടെന്ന് മണിക്കൂർ പോകുന്നു. പക്ഷേ ഇതിപ്പം 1 മണിക്കൂർ പോലും ഇതുവരെ ആയിട്ടില്ല. ഞാൻ കുറേ നേരമായിട്ട് ആ ഒച്ച കേട്ടതിപ്പോൾ പോയി. ഞാൻ അടുത്ത ഒച്ച എപ്പോൾ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സൈഡിലോട്ടൊക്കെ വെട്ടുകത്തി കോടാലി, ഒരു സൈഡിൽ കോടാലി ഒരു സൈഡിൽ വെട്ടുകത്തി വെച്ചിരിക്കുക. കച്ച് കച്ച് തുള്ള വെട്ടാൻ വേണ്ടി. എന്തിനായിരിക്കും വെട്ടുള്ളത് അത് അറിയത്തില്ല. അത് രാവിലെ നോക്കുക. ബാക്കിയുള്ള യൂട്യൂബറൊക്കെ ഇങ്ങനെ റിയൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ മോനെ സമ്മതിക്കണം അവരെയൊക്കെ. എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. Hands off, man. I guess like people are, I don't know how they are doing it, but for me it's tough. I don't care. I'm gonna be honest. എനിക്ക് നല്ല പാടുണ്ട് കേട്ടോ. 1 മണിക്കൂർ പോകുന്നില്ല. എനിക്ക് ഇനിയും 12.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. അത് 8.5 ആയിട്ടുള്ളൂ. ഞാൻ ഉടായിപ്പം ചെയ്യുന്നില്ല. ഞാൻ ഈ സമയം ഇടക്കിടക്ക് കാണിക്കാം. ഇവിടെ നിന്ന് എനിക്ക് എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ പറയാം അതൊക്കെ വെച്ച് നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോവുകയാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രാത്രിയൊക്കെ ഒരേ സമയം കാണിച്ചു തരാം. എന്നാലും ഞാൻ കിടക്കത്തില്ല. ഇവിടെ ഈ എടാ ഞാൻ ഇപ്പോൾ ജാക്കറ്റ് എടുത്തിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ കിടക്കണമെന്നുണ്ട് ഈ പുല്ലയിലോട്ട്. എൻ്റെ ക്യാമ്പിൻ്റെ അകത്തോടെ എനിക്ക് കിടക്കാം. പക്ഷെ തീ ഇവിടെ ആയതുകൊണ്ട് അവിടെ പോയി കിടക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ രാത്രി ഒന്നും കിടക്കാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പുറത്തോട്ടൊന്ന് കിടക്കാൻ നോക്കുമ്പം എന്തോ എനിക്ക് വല്ല അട്ട കടിക്കുമെന്നൊക്കെ കയറി ടെൻഷനും പിന്നെ എന്തെങ്കിലും കയറി വന്ന് തലയിലോട്ട് വരുവാന്നൊക്കെയുള്ള ടെൻഷൻ കാരണം ഞാൻ കിടക്കുന്നുമില്ല. ഈ താഴത്തിരിക്കുമ്പോൾ നല്ല വേദനയാണ്. ഒന്നും കംഫർട്ടബിളേ അല്ല, ഒട്ടും കംഫർട്ടബിൾ അല്ല സത്യമായി. എനിക്ക് പിന്നെയും ആവശ്യത്തിന് സൗണ്ട് വരുന്നുണ്ട്. 9:30 ആയതുള്ളൂ ഇപ്പോൾ. വിറക് തീർന്ന് കത്തിച്ച് ഈ പട്ടി എവിടെ നിന്നൊക്കെ വന്ന് രാത്രി. ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നേരത്ത് അതായത് ആൾക്കാരുടെ വീട്ടിലുള്ള പട്ടിയാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ആ പട്ടി കണ്ടിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നുന്നു. നോർമൽ പട്ടിയാണ്. തുടക്കത്തിലിവിടെ എന്താണ് കാട്ടുപട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു വരാൻ നേരത്ത് ഇങ്ങനെ സൗണ്ട് വരില്ല കരിയിലൊക്കെ ആയിട്ട് ചവിട്ടുമ്പോൾ. എന്തായാലും കുഴപ്പമില്ല. ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഡാ 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 ബാ ബാ വാ വാ കുഴപ്പമില്ല. സെറ്റ്. നീ ഇന്ന് രാത്രി എൻ്റെ കൂടെ ഇരി. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്നെക്കൊണ്ട്. നിനക്ക് ഫുഡ് ചെയ്യാൻ തന്നിന്, പക്ഷേ എൻ്റെ ഒന്നും ഇല്ലട തരാം. എന്നോട് നിൽക്കടാ. എടാ കടിക്കല്ലേ കേട്ടറാ. അവസാനം നീ കൊള്ളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയറി കടിച്ച് കൂടെ ഇരിക്കുവാണോ? കൊള്ളാല്ല. തോളത്ത് കാത്ത മോന്തേക്ക് വെക്കുന്നു. ഇവൻ ഏത് പട്ടി കൊണ്ടുവിട്ടു വീട്ടിലോട്ട്. തുടക്കത്തിലെ കട്ടി ഞാൻ അവിടെയൊക്കെ നോക്കുന്നതാണ്. ഇപ്പോൾ നോക്കുന്ന പോലെ എനിക്ക് നടുവേദന എടുത്തിരുന്നില്ല. ഇരുന്നിട്ടാണ് ഒടുക്കത്തെ വേദന. എന്തായാലും നോക്കാം. തീ കേടുന്നത് അത് കത്തിക്കട്ടെ. വോയിസ് അങ്ങനെ ഞാൻ എന്തായാലും ഒന്ന് കിടന്ന് എനിക്ക് നടുവിന് ഇപ്പോഴാണ് വേദന മാറിയത്. ഇത്രയും കിടക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല വന്ന് മോന്തയ്ക്ക് കടിക്കുക എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പട്ടി സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല. അയ്യോ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ പറ്റി എന്താണ് എന്റെ സൈഡിൽ നിന്ന് ഉറങ്ങിയടാ. നീ ഇവിടെ കാവലിന് വേണ്ടി വന്നതാണ്. ഇതെന്ത് ഉറങ്ങിട്ട് ഞാൻ നോക്കാനാ? ഇത് കൊള്ളാല്ലേ. അപ്പൊ ഇവനെ ഞാൻ രാത്രി നോക്കാനാ? എനിക്ക് എന്നെ ആരെങ്കിലും നോക്കാൻ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ. ഇത് ഞാൻ പ്രോപ്പറായിട്ട് പാതിരാത്രി ഞാനിവിടെ കാട്ടിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ടൈം സഹിതം, അല്ലാതെ വൈകുന്നേരമായിട്ട് കട്ടടിച്ചിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങി രാവിലെ വന്നിട്ട് പിന്നെ ബാക്കി കാണിക്കുമല്ല. 12 ആയിട്ടുണ്ട് കണ്ട. ഇനി എനിക്കൊരു 9 മണിക്കൂറും കൂടി ഇവിടെ കാട്ടിലിരുന്നാൽ മതി. എനിക്ക് ഒടുക്ക് നടുവേദന എടുക്കും. നടുവേദന എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നടുവേദന. എനിക്ക് കിടന്നാൽ പിന്നെ എൻ്റെ കൂടെ നിന്ന് ആ പട്ടി അവന് എന്നെക്കാട്ടിയും പെട്ടെന്ന് കയറിക്കാന്ന് ഉറങ്ങിയാൽ ഫുൾ ഒരു കൂസില്ല കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ. ഞാൻ നോക്കി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ഓർത്ത് അവനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണല്ലോ. ഇനി കൊള്ളാം നടക്കട്ടെ. ബോയ്സ് 2 മണി വെളുപ്പിനെയായി. ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ചുള്ളിക്കമ്പും തീർന്നു കേട്ടോ. ഇനി ഉൾക്കാട്ടിലോട്ടൊക്കെ പോകേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു സാധനമുണ്ട്. എൻ്റെ ഈ ഷെൽട്ടർ ഉപയോഗിച്ചേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ ഈ ക്യാമ്പ് ഫയർ ഇതിൻ്റെ അകത്തിട്ടാൽ പിന്നെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഈ ഇല പെട്ടെന്ന് കത്തും, പച്ചയാണെന്ന് പറഞ്ഞാൽ പോലും. അപ്പോൾ അത് ഞാൻ എൻ്റെ തന്നെ ഷെൽട്ടർ ഊരിയിട്ട് കത്തിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഈ വിറക് തീർന്നുകൊണ്ടിരിക്കും. ഇത് പെട്ടെന്ന് കത്തുന്ന ഞാൻ കാണിച്ചത് പച്ച കേട്ടോ. ഇതിപ്പോൾ ഈ പച്ച ഇല ഇട്ട് സാറിന് കത്താതിരിക്കണ്ടല്ലേ. നീ ആളിക്കത്ത് നോക്കിയോ. എനിക്കെൻ്റെ വീട് കത്തിക്കേണ്ടി വരും കേട്ടോ. 2 മണിയായിട്ടില്ലേ, ഉറങ്ങാൻ പറ്റത്തില്ല. 4:30 ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ഷെൽട്ടർ ഉണ്ടാക്കിയത് കിടക്കാൻ വേണ്ടിയിട്ട് ഷെൽട്ടർ ഉണ്ടാക്കിയത്. പക്ഷേ രാത്രി കാട്ടിനകത്ത് കുറേ അനക്കവും സാധനങ്ങളൊക്കെ അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഞാൻ കിടന്നില്ല ഇതുവരെയായിട്ട്. 4:30 ആകുന്നു. എനിക്കെല്ലാം ചുള്ളിക്കമ്പ് വെക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ഞാൻ പിന്നെയും കുറച്ചുകൂടി ഇത്ര ഹ്യൂമിഡ് ആയതുകൊണ്ട് മിക്കതും നനഞ്ഞ് വടിയൊക്കെ കിട്ടുന്നേയില്ല. ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാം ഞാൻ എടുത്തു കേട്ടോ. എന്തായാലും ഞാൻ തീ കത്തി വരുന്നുണ്ട്. ഇത്രയും വിറക് വെച്ച് രാവിലെ ആയ ഭാഗ്യം. 6 മണിയാകുന്നു.
നമ്മൾ ഇന്നലെ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. 9 മണി വരെ ആകുമ്പോൾ 24 മണിക്കൂറാണ്. 24 മണിക്കൂർ കംപ്ലീറ്റ് ടെക്നിക്കലി ഞാൻ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. രാവിലെയൊക്കെ ജസ്റ്റ് കാട്ടിനകത്തിരിക്കുന്ന വലിയ ടാസ്ക് അല്ല. എന്നാലും നമുക്കിനി 3 മണിക്കൂർ കൂടി ഉണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല വെളിച്ചം വീഴും. ഇപ്പം ജസ്റ്റ് വെളിച്ചം വരുന്നേ ഉള്ളൂ. എടാ എങ്ങോട്ട് ഓടുന്നടാ? രാത്രി ഫുൾ എൻ്റെ കൂടെ അല്ലായിരുന്നു. ക്യാമ്പ് ഫയർ എന്തെങ്കിലും കെടുത്തിയേക്കോ അല്ലെങ്കിൽ 2 ജാക്കറ്റ് ഉണ്ട്. രണ്ടാമത് ഇതിനകത്ത് ഫുള്ളും എന്താണ് ആഷായല്ല. ചാരം എന്നാലും കെട്ടെന്ന് തോന്നുന്നു. ബോയ്സ് അപ്പം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി 9 മണിയൊക്കെ ഞാൻ ഇവിടുന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഏകദേശമൊക്കെ തീരുമാനമാവും. അപ്പോൾ 9 മണിക്ക് വരെ ഞാൻ ഈ കാട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാടിറങ്ങാൻ നിൽക്കണം. അപ്പം ഇവിടുന്ന് നമുക്കിപ്പോൾ ഇറങ്ങാം. ഈ സെറ്റിൽമെൻ്റ് ഒക്കെ നമുക്കൊന്ന് ഊരിക്കളയണം. ഉപയോഗിക്കാത്ത സെറ്റിൽമെൻറ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇവിടെ തന്നെ ഇടാം. അത് ഉണങ്ങി പൊക്കോളും. ബോയ്സ് ഫൈനലി ഞാൻ റോഡിലെത്തി. എൻ്റെ വണ്ടിയുടെ അടുത്ത് വണ്ടിക്കകത്തിട്ട് ഞാൻ സാധനം വെച്ചിട്ടുണ്ട്. ഇനി വയ്യ മോനെ. 9 മണി കഴിഞ്ഞ് എത്തി വന്നപ്പോൾ 9:15. ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് 24 hours in the forest. ഓ എക്സൈറ്റ്മെന്റ് റിയലാ മോനെ. എന്ന് വെച്ചാൽ കാട്ടിനകത്ത് പ്രാന്തള കാട്ടിനകത്ത് എനിക്ക് വയ്യ. I hope you guys have a wonderful life. I'll see you guys next time. Till then, take care. Peace.